റിനീഷിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കടന്നു വരുന്ന കൊച്ചിൻ ടൗണിൽ നിന്ന് വന്ന നെപ്പോളിയൻ വള്ളം ഇപ്പോൾ വ്യക്തമായ ഒരു ലീഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. നെപ്പോളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു പഴയ നെപ്പോളിയൻ ഉണ്ടായിരുന്നു നെഹ്റു ട്രോഫിയിൽ. 1952 നെഹ്റു പങ്കെടുത്ത ആ നെഹ്റുവിനെ കാണിക്കുവാൻ വേണ്ടി നടത്തിയ വള്ളംകളിയിൽ പങ്കെടുത്ത നെപ്പോളിയൻ ചുണ്ടൻ വള്ളം ഉണ്ടായിരുന്നു. അത് പിന്നെ വെള്ളംകുളങ്ങരയൊക്കെ ആയിട്ട് മാറി. ഇപ്പോൾ നെപ്പോളിയൻ ഇതാ വെപ്പ് ചരിത്രം കുറിച്ചുകൊണ്ട് കടന്നു വരികയാണ്. നെപ്പോളിയൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. അതുപോലെ ഷോർട്ട് പുളിക്കത്തറയും നെപ്പോളിയനാണ് ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത്. നെപ്പോളിയൻ ഒന്നാം സ്ഥാനത്തേക്ക് വളരെ വ്യക്തമായ ഒരു ആധിപത്യത്തോടു കൂടി കടന്നു വരികയാണ്. നെപ്പോളിയൻ വള്ളം ഒന്നാം സ്ഥാനത്തേക്ക് ചുണ്ടൻ വള്ളങ്ങളുടെ അല്ലെങ്കിൽ വെപ്പ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ നെപ്പോളിയൻ വള്ളമാണ് വളരെ വ്യക്തമായ ഒരു ലീഡ് കരസ്ഥമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. നെപ്പോളിയന് ഒന്നാം സ്ഥാനം. എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ മത്സരത്തിൽ നെപ്പോളിയൻ TBC കൊച്ചിൻ കാരുതുഴഞ്ഞ നെപ്പോളിയൻ മറ്റ് കളിവള്ളങ്ങളെ പട്ടേരിപ്പുരക്കലിനെയും ഷോർട്ട് പുളിക്കത്തറയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് നെപ്പോളിയൻ ഇതാ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. വളരെ ആവേശം നിറഞ്ഞ പ്രകടനമായിരുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. കാരണം നെപ്പോളിയന്റെ ഒരു വളരെ റീപ്ലേ കാണാം. നെപ്പോളിയൻ ഇതാ ഒന്നാം സ്ഥാനത്തെത്തുന്നതിൻ്റെ ഒരു റീപ്ലേ. എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ മത്സരത്തിൽ നെപ്പോളിയൻ ഇതാ ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു വരികയാണ്. നെപ്പോളിയന് ഒന്നാം സ്ഥാനം.